ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കൊരു ചക്ക കിട്ടിയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ചക്ക. ആ ചക്ക ഞാൻ ഇന്നലെ വൈകിട്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ വേവിച്ചു, ഇച്ചിരി വറുത്തു. അപ്പോൾ ആ വേവിക്കുന്നതിൻ്റെയും വറുക്കുന്നതിൻ്റെയും ഒക്കെ റെസിപ്പികളൊക്കെ ഇച്ചിരി ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ എൻ്റെ പണികളെല്ലാം തീർന്നു. പള്ളിയിൽ എന്നും രാവിലെ ഞാൻ പോകുന്നതാണ്. ഇന്ന് ഞാൻ പോയില്ല. ഇപ്പം 4 മണിക്കാണ് ഞാൻ പോകുന്നത്. എന്നും വൈകിട്ട് കുർബാനയുണ്ട്, അതിനാണ് പോകുന്നത്. അപ്പം രാവിലെ ഞാൻ മോനും ഹസ്ബൻഡും പോയി ജോലിക്ക്. പിന്നെ ഞാൻ എൻ്റെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി, ചോറും കറി എല്ലാം ആയി. ഇനിയിപ്പം മീൻ വെട്ടണം, മീൻ കറി വെക്കണം, ഇതൊക്കെയാണ് പണികൾ. അപ്പം എല്ലാം ക്ലീൻ ആക്കി വെച്ചു. അപ്പം ഇതിൻ്റെ കൂടെ ഓട്സിൻ്റെ ഒരു പുട്ട് റെസിപ്പി കാണിക്കണം. ചപ്പാത്തി എല്ലാവരും ഒന്നും തിന്നത്തില്ല. ഇതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞ് വറുക്കാൻ വേണ്ടിയാണ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം ഈ ചക്കരയും നമ്മുടെ ഇതിൻ്റെ മേൽവശവും ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ വറുക്കാനായിട്ട് അരിയുന്നത്. ഉണ്ടോ? ഇതേപോലെ എല്ലാം വറുക്കാനെടുത്ത് അരിയണം. പണിയെല്ലാം ഒതുക്കിയിട്ടാണ് ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത്. ഇത് കുറേ സമയം വേണം ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കണമെങ്കിൽ. ചക്ക വറുക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലോണം ചൂടായി കിടക്കുമായിരുന്നു ചീനച്ചട്ടി. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ വറുക്കുന്നത്. നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചക്ക കുറേശ്ശെ ഇട്ട് വരയ്ക്കുക. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് കുറേശ്ശെ ഇട്ട് വറക്കാം. നമുക്ക് ഇത്രയും ചക്കര 3 പ്രാവശ്യമായിട്ട് വറക്കാനുണ്ട്. ഞാൻ കുറേശ്ശെ ഇട്ട് വറക്കുമ്പോഴത്തേക്ക് വലിയ ഉരുളിയാണെങ്കിൽ നമുക്ക് ഇത് വയ്ക്കാം. ഞാനിങ്ങനെ ഇട്ട ഉടനെ തന്നെ ഞാൻ ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഇടും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വറുത്ത് നാത്തൂമാർക്കാണേലും എൻ്റെ മോക്കാണേലും ഒക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളത്. അങ്ങനെയാണ്. ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പുപൊടി, ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇടുമ്പോഴേ തന്നെ ഇടുവാണെങ്കിൽ നല്ലോണം ഇത് പിടിച്ചോളും. ഇതുണ്ടോ, ചക്ക ഉപ്പേരി ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ കൂടിയെടുക്കാം. ഉണ്ടോ? ഇതുപോലത്തെ അരിപ്പപാത്രത്തിനകത്തോട്ട് കോരി ഇട്ട് നമുക്ക് അടുത്തതും ഇങ്ങനെ എടുത്ത് വറുത്തുക. ചക്ക വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പിന്നെ ചക്ക വറുത്തത് ഒന്ന് കാണിക്കാമെന്ന് ഈ വ്ലോഗിനകത്തുനിന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് അല്ല, ഇനി നമുക്ക് ഇത് മൊത്തം കോരിയെടുത്ത് നീ അടുത്തതൂടെ ഇട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ചക്ക വയ്ക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇച്ചിരി സ്വല്പം ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ചായച്ച് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചക്ക അടുപ്പ് വെച്ചേക്കുവാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അരയ്ക്കുന്നതിന് അത് 2 കരിയാപ്പിലയും കൂടെ ഇട്ട് വേണം ചായക്കാൻ വേണ്ടിയേ. കുരുമുളക് ഉണ്ടെങ്കിൽ 2 കുരുമുളക് ഇടണം. ഞാൻ കുരുമുളക് ഇട്ടായിരുന്നു, കാണിച്ചില്ല, വീഡിയോ സ്കിപ്പായിപ്പോയി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഈ മിക്സിയുടെ ജാറൂടെ കഴുകി ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയായിട്ട് ഇത് വേവിച്ചിടും. ഇച്ചിരി വേവുള്ള ചക്കയാണിത്. ശരിക്കും നല്ലോണം വിളഞ്ഞില്ല. വിളന്നാൽ നല്ലോണം വേവിക്കാനും വറുക്കാനും ഒക്കെ പറ്റിയ പരിവുമായിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മൂടി വെക്കാം. ചക്ക വെന്തിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല വെന്ത് കുഴയുന്ന ചക്കയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആങ്ങളെ ഒരു ചക്ക തന്നതാണ്. മോൻ പോയി എടുത്തുകൊണ്ട് വന്നു. അത് എല്ലാം വറക്കുകയും ചെയ്തു, വേവിക്കുകയും ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പുണ്ടോ നോക്കിയിട്ട്, ഇല്ല അവസാനം വാങ്ങാൻ നേരം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇളക്കിയിട്ട് ഉടനെ അതിനൊന്ന് മൂടി വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ചൂടോടെ തന്നെയാണ് ചക്ക തിന്നുന്നത്. എനിക്ക് ചക്കയും ഇച്ചിരി ചോറും കൂടെ തിന്നുന്നതാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചക്കയും ചോറും കൂടെ തിന്നുന്നത്. ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓട്സിൻ്റെ പുട്ട് കാണിക്കുന്നുണ്ട്. റെസിപ്പിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുവാണ്. നമുക്ക് അപ്പോൾ ഇങ്ങനെ ഓട്സിൻ്റെ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓട്സൊക്കെ കാച്ചാനൊക്കെ എടുക്കത്തില്ലേ, അതുപോലത്തെ ഓട്സാണ് എടുത്തേക്കുന്നത്. 1.5 കപ്പ്. ഇത് ചൂടാക്കി വേണ്ടവർക്ക് ചൂടാക്കി എടുക്കുക. ഇത് ഞങ്ങൾ ചൂടാക്കി വെച്ചേക്കുന്നതാണ്. നല്ലോണം ഒന്ന് പാനിനകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടവർക്ക്. ഞാനിപ്പം ചൂടാക്കി വെച്ചേക്കുന്നത് കൊണ്ട് ചൂടാക്കുന്നില്ല. ഇത് മിക്സിയുടെ ജാറിലേക്ക്, നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക്, വെള്ളമൊന്നും കാണില്ല, ഇതിലേക്ക് ഇട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം.
പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉപ്പിടാം ആവശ്യത്തിന്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുക കുറേശ്ശെ. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇത് സാധാരണ പുട്ടുപൊടിക്ക് കുഴക്കുന്നത് പോലെ ഇതായിട്ട് വരില്ല. ഇച്ചിരി വെള്ളം കൂടുതൽ നിൽക്കണം മുമ്പോട്ട്. ഇത് ഞാൻ ആദ്യമേ കാണിക്കാൻ മറന്നുപോയത്, ആ പൊടിച്ചുകൊണ്ട് വന്ന ഓട്സിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പൊടിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നീ ഒരു 10 മിനിറ്റ് നേരം നമ്മളിങ്ങനെ മൂടി വെക്കണം. മൂടി വെച്ച ശേഷമാണ് നമ്മളിനി പൊടിച്ചെടുക്കണം. ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിയിട്ട് കറക്കിയെടുക്കാം. അപ്പോൾ സാധാരണ പുട്ടുപൊടി പോലെ ആവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ പൊടി ആയിട്ട് മാറ്റി വെച്ചേക്കുന്ന ഓട്സ് കൂടെ കുറേശ്ശെ ഇട്ട് ഒന്ന് കറക്കിക്കൊണ്ട് വരാം. കണ്ടോ, പൊടിച്ചുകൊണ്ട് വന്നപ്പോൾ അതേ സാധാരണ നമ്മൾ പുട്ടുപൊടി പോലെ തന്നെ ഇരിക്കുന്നു. കണ്ടോ, കണ്ടാൽ ഗോതമ്പിൻ്റെ ഇതുപോലെ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. നമ്മളിനി ഇത് വെള്ളം ഒന്നും ഒഴിച്ച് എടുക്കണ്ട. സാധാരണ നമ്മൾ പുട്ടുകുട്ടിക്കകത്തോട്ട് വെക്കുന്നത് പോലെ തന്നെ തേങ്ങായും വെച്ച്. കണ്ടോ, ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഓട്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഷുഗറുകാർക്കൊക്കെ എപ്പോഴും ഓട്സ് കാച്ചിയൊക്കെ കുടിക്കാതെ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി തിന്നണം. മീൻകറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴമോ ചുമ്മാ തിന്നാനും നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ കറികൾ കൂട്ടി തിന്നാനും. കണ്ടോ, നമുക്ക് പുട്ടുണ്ടാക്കാം. തേങ്ങ ഇത് 2-3 തേങ്ങ ഒന്നിച്ച് ചിരണ്ടിയതാണ്. ഇങ്ങനെ 2-3 ദിവസത്തേക്ക് ഒന്നിച്ച് ചിരണ്ടി ഫ്രീ വെക്കും. ആവശ്യത്തിന് ഇന്ന് ചിരണ്ടിയതാണ്. ഇത് ഉപയോഗിച്ച ശേഷം ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം പുട്ടുകുറ്റിക്കകത്തോട്ട് നമുക്ക് തേങ്ങ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് തേങ്ങ ഇടുക, എന്നിട്ട് പൊടി ഇടുക, അങ്ങനെ ഇട്ട് നമുക്ക് വെക്കാം. ഉണ്ടോ, പുട്ടുകുറ്റിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറ്റിയും ഒരു 1/4 ഭാഗം കൂടെ ഉള്ളൂ. ഇച്ചിരിയും കൂടെ പൊടിയേ ഉള്ളൂ. ആവി വറക്കുന്ന പുട്ട്, സാധാ പുട്ടല്ല, ഓട്സിൻ്റെ പുട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള അനുഭവം കൊണ്ട് പറയുന്നതാണ്. കണ്ടോ, ഗോതമ്പിൻ്റെ അതേ നിറമാണ് ഇത് നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ. നമുക്ക് ഇച്ചിരി സ്വല്പം കൂടെ ഉണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ടിട്ട് അതുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കും. 1.5 കപ്പ് ഓട്സും കൊണ്ട് ഇത്രയും പുട്ടുണ്ടാക്കി. കണ്ടോ, ഒരു വലിയ കുറ്റി ഉണ്ടാക്കി, ഒരു 1/2 കുറ്റി. നല്ല ഇത് 4 മണി വരെ ഇരുന്നാലും നല്ല സ്പോഞ്ച് പോലെ കേട്ടോ ഈ പുട്ടൊക്കെ ഇരിക്കുന്നത്. പഞ്ഞി പോലത്തെ പുട്ടാണിത്. രാവിലെ തന്നെ കുഞ്ഞി പൂച്ച വന്നിരിക്കുന്നുണ്ടോ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പൂച്ചയാണ്. ഉണ്ടോ, രാവിലെ ഇങ്ങനെ നോക്കുവാണ് ഞാൻ മീൻ വെട്ടാൻ പോകുന്നത് എപ്പോഴാണെന്ന് നോക്കിയിരിക്കുന്ന പൂച്ച. ചക്ക ഉപ്പേരി ഇന്നലെ ഉണ്ടാക്കിയത്. ഇതിനെ വീടാന്ന് വെക്കുന്ന ഉപ്പേരി. രാവിലെ എൻ്റെ കുറച്ച് പണിയൊക്കെ തീർന്നു. വൻപയർ തോരൻ വെച്ചായിരുന്നു ചോറിന്. ഉണ്ടോ, വൻപയർ തോരൻ ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഉണ്ടോ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചായിരുന്നു. മീൻകറി ഇരിപ്പുണ്ട്. മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിക്ക് മുട്ടക്കറി എല്ലാവരും കഴിച്ചു. കുറേ പണി കഴിഞ്ഞു. നീ ഇപ്പം മീൻ മുള അരയ്ക്കാം. മീൻ കറി വെക്കണം. മീൻ വെട്ടണം. മീനുണ്ട്, മീൻ, അത് മീൻ വെട്ടണം. അങ്ങനെ കുറേ പണി കഴിഞ്ഞതെല്ലാം കുറേ ക്ലീനൊക്കെ ആക്കി ഇട്ടേക്കുവാണ്. പുട്ടുണ്ടാക്കി നീ ഇത് കഴിക്കണം. ഞാൻ എനിക്ക് വേണ്ടി പുട്ടുണ്ടാക്കി. ഇതിൻ്റെ 1/2 ഭാഗം ഞാൻ തിന്നത്തുള്ളൂ. ബാക്കി ഇവിടെ ഉണ്ട്. 4 മണിക്ക് തിന്നാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൂ. നീ മീൻ വെട്ടി കറി വെക്കണം, തൂത്തുവാരണം, കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. ചക്ക വേവിച്ചതും ചക്ക വറുത്തതും പിന്നെ പുട്ടിൻ്റെതും എല്ലാം കുറച്ച് കാര്യങ്ങൾ. എപ്പോഴും ഞാൻ റെസിപ്പികളൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ കുറേ കാര്യങ്ങൾ കൂടിയൊക്കെ കാണിക്കാൻ ഒരു ബ്ലോഗ് പോലെ ചെയ്യാമെന്നും കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.